ഹൃദയരെ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ചോറ് വയ്ക്കാൻ പോവാണ്. കിച്ചണിലേക്ക് പോവാണ്. പരപരാ നേരം വെളുത്തു. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ചെറിയൊരു കാഴ്ച കണ്ടു. ആ കച്ചറപ്പെട്ടിയിൽ നിന്ന് ഒരു പാകിസ്ഥാനി ആരാങ്ങണ്ട് എന്തോ ചെറിയ സാധനങ്ങളൊക്കെ തപ്പുന്നുണ്ട്. അതവന് എന്താ ആവശ്യമുള്ള സാധനങ്ങളായിരിക്കാം. ഇനി വേറെ പോട്ടെ, നമുക്ക് നോക്കണ്ട. അപ്പം നേരം വെളുത്ത് പുറത്ത് നോക്കിയപ്പോൾ ആരുമില്ല. നേരെ ആളുകളൊക്കെ വെള്ളിയാഴ്ച കയറിന് എണീറ്റ് വരുന്നുള്ളൂ. അപ്പം ഞാൻ പതുക്കനെ കിച്ചണിലേക്ക് പോവാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ചോറുണ്ടാക്കണമല്ലോ. അപ്പോൾ നോക്കുമ്പോൾ ഗ്യാസൊക്കെ ശരിയാണ്, ഗ്യാസൊക്കെ ഉണ്ട്, മത്രൂസാണ്. അപ്പോൾ നമ്മളത് അങ്ങോട്ട് കടന്നു. അപ്പോൾ ചോറ് വയ്ക്കാനുള്ള പരിപാടി ഇരിക്കുകയാണ്. കുക്കറിൽ എങ്ങനെ ചോറ് വയ്ക്കാം എന്നുള്ളതിനെ പറ്റി ഉള്ളൊരു വീഡിയോ ആണ് ഇത്. അപ്പോൾ അതേ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അരിയിട്ടുണ്ട്, തിളപ്പിച്ചതിന് ശേഷം നമ്മൾ നല്ല പോലെ കുക്കറിൻ്റെ ഡക്കൻ ഇതുണ്ട്, ഇത് നല്ലപോലെ നമ്മൾ ഇത് നോക്കിയിട്ട് ലോക്ക് ചെയ്യുക. ഇത് തിളച്ച് ലോക്ക് ചെയ്ത് പരിപാടി. ഇനി ഇതൊന്ന് വിസിലടിക്കും. അതിപ്പോൾ എനിക്ക് 2 വിസിലാണ്. 2 വിസിലടിച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം വെക്കും. ആവി പോകാനും മറ്റുള്ള സൗകര്യം. കുക്കർ നല്ലതാണെങ്കിൽ ആവി പോകാൻ അത് കുറച്ചും കൂടി ഞാനൊരു 10-15 മിനിറ്റ് നേരം ഞാൻ വയ്ക്കും വിസിലടിച്ചതിന് ശേഷം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില അരികൾ എല്ലാ അരികളും ഒരുമില്ലല്ലോ. അപ്പോൾ ചില അരി അത് വേവാനായിട്ട് കുറച്ച് താമസിക്കും. അപ്പോൾ ഞാൻ മേടിക്കുന്ന അരി പാലക്കാടൻ മട്ടയാണ്. അത് ലേശം താമസിക്കുന്നത്. അപ്പോൾ സംഭവം അതൊന്ന് സെറ്റപ്പ് ആവും. കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ 2 വിസിലും മാക്സിമം ഒരു 3 വിസിലായാലും കുഴപ്പമൊന്നുമില്ല. 3 വിസിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത്ര സമയം കൂടുതൽ സമയം വെക്കേണ്ടതാണ്. അത് ഏറെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എടുത്ത് ഉപയോഗിക്കാം, തുറന്ന് നോക്കാം, എന്നിട്ട് ഊറ്റി വയ്ക്കാം. അതല്ലെങ്കിൽ 2 വിസിൽ വെച്ച് പിന്നെ ഒരു 10-15-20 മിനിറ്റോളം നമ്മളത് കുക്കർ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വരും. അപ്പോൾ നമുക്ക് എന്താ പ്രശ്നം വെച്ചാൽ വീടുകളിൽ പെട്ടെന്ന് ചോറുണ്ടാക്കാനായിട്ട് ഒരു കുക്കർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോറുണ്ടാക്കാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ പലതരം അരിയല്ലേ കിട്ടുന്നത്. അധികം കൂടുതൽ വേവുള്ള അരി, വേവ് കുറഞ്ഞ അരി. അപ്പോൾ അതൊക്കെ ഇതിന് നല്ലൊരു സെറ്റപ്പാണ്. പക്ഷേ നമ്മൾ വേറൊരു കാര്യം, വിറകടുപ്പിൽ വെച്ച് ചോറുണ്ടാക്കുന്ന വെള്ളം തിളപ്പിച്ച് അരിയിട്ട് ചോറുണ്ടാക്കുന്ന ആ ചോറിൻ്റെ ടേസ്റ്റ് ഈ കുക്കറിൽ വെക്കുമ്പോൾ കിട്ടില്ല എന്ന് മാത്രം. ഒരു ടേസ്റ്റ് ഉണ്ട് എല്ലാവരും. അതിന് പഴമക്കാർക്ക് അതിനെ പറ്റിയുള്ളൂ. പുതിയ ആൾക്കാർക്ക് ഏത് ടേസ്റ്റ് ആവും കുക്കർ കണക്കായി. അപ്പോൾ പഴയ ആൾക്കാർക്ക് ടേസ്റ്റിനെ പറ്റി നല്ല രീതിയിൽ പഴയ ആ സ്വാദ് അറിഞ്ഞിട്ടുള്ളവർക്കറിയാം. പുതിയ ജനറേഷൻ ഇതൊന്നും അറിയില്ല. അവർക്ക് ബിസിയാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ ഈ ചോറ് വയ്ക്കുന്നതിനെ പറ്റി പലതരം കാര്യങ്ങളുണ്ട് നമുക്ക് പറയാനായിട്ട്. അപ്പോൾ അതിലൊരു ചെറിയൊരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്, എൻ്റെ അറിവിൻ്റെ കാര്യം. ഞാൻ പഴയ കാലത്തൊക്കെ എൻ്റെ അമ്മയൊക്കെ നല്ലോണം വിറകടുപ്പത്തുള്ള വിറകുള്ളൂ. അപ്പോൾ കിണറ്റിൽ ഈ വെള്ളം വെച്ചിട്ട് അത് നല്ലോണം തിളച്ചതിന് ശേഷം ഇവിടെ അരി കഴുകി വയ്ക്കുള്ളൂ. നല്ല തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് ഈ അരി ഇടുക. എന്നിട്ട് അതൊന്ന് തിളച്ച് അപ്പോഴേക്കും അതിൻ്റെ ടേസ്റ്റും അതിൽ കിടന്ന് വെന്തുള്ള ഒരു ആ ചോറിന് കഞ്ഞിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇതിൽ വിസിൽ വരുന്നുണ്ട്. അപ്പോൾ വിസിൽ ഒരു വിസിലുണ്ട്. ഫസ്റ്റത്തെ വിസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് സെറ്റപ്പാക്കിയിട്ട് വരാനുള്ളൊരു വിസിലാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് 1ഉം 2ഉം വിസിലാണ്. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് വേവിൻ്റെ ഒരു ഇത് കേട്ടോ. അപ്പോൾ 2 വിസിൽ നമ്മൾ ഇത്രയും വർത്തമാനം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒക്കെ പുതിയ ജനറേഷൻ അല്ലേ. പഴയ ജനറേഷൻ വളരെയധികം കുറഞ്ഞു തുടങ്ങി. അത് വളരെ പുതിയ 3 വിസിലെടുത്ത് ഞാനിത് സാധനം ഓഫ് ചെയ്തു. ഇനി ഇതിവിടെ ഇരുന്നിട്ട് അതിലിരുന്ന് അതിൻ്റെ പ്രഷർ കൊണ്ട് വേകുമെന്നാണ് ഞാൻ കരുതുന്നതല്ല, അതാണ് അതിൻ്റെ ചുരുക്കം. അപ്പോൾ ഇതിൻ്റെ കേസ് വെച്ചാൽ നല്ല പലതരം കുക്കറുകളുണ്ട്. നല്ല സേഫ്റ്റിയുള്ള കുക്കറുകൾ, ലീക്കില്ലാത്ത എയർ ലീക്കില്ലാത്ത കുക്കറുകളുണ്ട്, വാഷ് കംപ്ലൈൻറ്റ് ഇല്ലാത്തതുണ്ട്. അങ്ങനെ പലതരം കുക്കറുകളുണ്ട്. ആ കുക്കറിലൊക്കെ നല്ല സേഫ്റ്റി ആയിട്ടുള്ള കുക്കർ, നല്ല കുക്കറിൽ വേവിക്കുന്നതാണ്. 1 വിസിൽ അടിച്ചിട്ട് നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെച്ചാൽ മതി, വാങ്ങി വെച്ചാൽ മതി. ഒരു വിസിലടിച്ചിട്ട് അതൊന്ന് എയർ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഏത് വേവാത്ത ചോറും വരും. എന്നാൽ നല്ല കുക്കറല്ല, ഡ്യൂപ്ലിക്കേറ്റ് കുക്കറുകൾ പല കമ്പനികളിലും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിസിലിൻ്റെ ഇടയിൽ കൂടെ ലീക്ക് ഉണ്ടാവും, വാഷറിൻ്റെ ഇടയിൽ കൂടെ ചെറിയ ലീക്ക് ഉണ്ടാവും. അതൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വേവ് സംബന്ധമായ കാര്യത്തിന് വലിയ ഇതുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറയണതൊന്നും കറക്റ്റല്ല. അപ്പോൾ ഞാൻ പറയുന്നത് കറക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഇവനെന്താ ഈ പറയുന്നത്, അങ്ങനെയൊന്നും ഉണ്ടോ എന്ന് പറയും. ചില ആൾക്കാർ ഇവിടെ പറയും. പക്ഷെ അതിന് ഞാൻ ഒരു കാര്യം ആ കാര്യമാണ് ഞാൻ ഇപ്പോൾ ഈ പറയണത്. ഇതാണ് സംഭവം. സാധ്യമല്ല, വേവാൻ സാധ്യമല്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പല അരികളും പല രീതിയിലായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതുവരെ അരി തന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ പറ്റും. എന്നിരുന്നാലും അധികം ഒന്നുമില്ല. കുക്കറിലാകുമ്പോൾ എന്തായാലും കറക്റ്റ്. അപ്പോൾ കുക്കർ മുഖ്യ ഘടകമായിട്ടില്ല. എന്ത് സാധനം വയ്ക്കുക, സാമ്പാറായാലും പെട്ടെന്ന് ഉണ്ടാക്കുന്ന എല്ലാ സാധനത്തിനും കുക്കർ അടിപൊളിയാണ്.